ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റോളം നമുക്കിതിലിട്ട് നന്നായി തിളപ്പിച്ചാൽ മതിയാവും. അപ്പോഴേക്കും കോളിഫ്ലവർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ കോളിഫ്ലവർ നല്ല ക്ലീൻ ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കോളിഫ്ലവർ വന്നിട്ടുണ്ട്. നമുക്കിനിത് ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലൊരു മാവ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വെച്ചാൽ ഒന്നുകൂടി നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാവ് കുറച്ച് ഇവിടെ ബാലൻസായി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കോളിഫ്ലവർ എടുത്തിട്ട് ഈ മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി കോട്ടിങ് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് നല്ല ചൂടായ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് ഓയിലിട്ട് അപ്പം തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാനോ അത് മറിച്ചിടാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടിങ് പെട്ടെന്ന് പൊളിഞ്ഞു പോരും. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രം ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കോളിഫ്ലവർ ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ട് ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് മാറ്റി വയ്ക്കുക. നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ടൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ വേണ്ടി വരുള്ളൂ. ഇതിനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ഇതേപോലെ ചതുരനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതേപോലെ ചതുരനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളകും കുരുമുളകും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്ന് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രേവി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കോൺഫ്ലവർ ഒഴിച്ചപ്പോൾ തന്നെ കണ്ട ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെലറിയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓനിയനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിയില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവി എല്ലാം തന്നെ ഈ കോളിഫ്ലവറിൽ നന്നായി ഒന്ന് പിടിച്ച് വരണം. അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാനും അടിപൊളിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.